അപ്പോൾ പല ആളുകൾക്കും ഒരു സംശയമുണ്ട്, എന്താണ് എ എന്താണ് ബി, ഇത് തമ്മിൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ ഡിഫറെൻ്റ് ഉണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ട് എന്തിനാണ് രണ്ട് ആക്ടിവേറ്റർ, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്. ഇത് പ്രൈമറിയാണ്, പ്രൈമറി ആക്ടിവേറ്റർ. അതായത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അത്യാവശ്യം റെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. ബി ആണെങ്കിൽ ഇച്ചിരിയും കൂടി വേറൊരു ടൈപ്പിലേക്ക് ഡിസൈൻസ് വരാൻ അതിൻ്റെ ഫോട്ടോസ് ഇതിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ രീതിക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരുപാട് റെസ്റ്റുകൾ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് ഞാൻ എൻ്റെ ഒരു ഇവിടത്തുള്ളൊരു നോർമൽ ഭിത്തിയിൽ, കുട്ടിയൊന്നും ഇട്ടിട്ടില്ല, സാധാ ഭിത്തി, അതിൽ ചെയ്തേക്കണ്ട. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വേറൊരു ടൈപ്പിലാണ് ഫീല്. ഒരു ബ്രൗണിഷ് അടിച്ചിട്ട് അതിൽ ഇതുപോലുള്ള മാംഗോ എല്ലാം മൂഡിലും സാധാ യെല്ലോയും ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്സിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആക്ടിവേറ്ററും കൂടി ഉപയോഗിക്കണം. ഇത് പ്രൈമറി, ഇത് മാത്രം ഉപയോഗിച്ചാൽ റെസ്റ്റ് വരും. പിന്നെ ഇതും കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ ഒരു ഫീലിൽ വരും. ഈ ഒരു ഫീലിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ പ്രൈമറി അടിച്ചതിന് ശേഷം അത് അത്യാവശ്യം റെസ്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ ബി എന്ന് പറഞ്ഞ ആക്ടിവേറ്റർ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീലുകളാണ് ഇത് ഈ ഒരു ഫീല്, ഈ ഒരു ലൈൻസ് ഫീല്, ഇതൊക്കെ അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലുകളാണ്. പിന്നെ ഈ ഒരു തീമിലോട്ട് മൊത്തത്തിൽ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി വാക്സ് 2 ടൈപ്പാണ് വന്നത്. ഒന്ന് നമ്മുടെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വാക്സ്, നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഡബിൾ ലെയർ കൊടുത്ത് നിർത്താൻ പറ്റും. പിന്നെ ഈ ഒരു ഷെയ്ഡിലോട്ട് കൂടുതൽ ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡി വാക്സിൻ്റെ തന്നെ എക്സ്റ്റീരിയർ ഗ്രേഡുള്ള നമ്മളിപ്പോൾ ഒരു ഡീഫോഗിൻ്റെ ഒക്കെ ഒപ്പം കൊടുക്കുന്ന വാക്സ്, അത് എക്സ്റ്റീരിയർ ഗ്രേഡിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡബിൾ ഷെയ്ഡിലോട്ടൊക്കെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. വിശദമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ റെസ്റ്റിന് വേണ്ടതെന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡാണ്. ഇപ്പോൾ ചെയ്തിട്ടിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നോക്കി റെസ്റ്റ് വന്നില്ല എന്നുള്ള ഒരു രീതിക്കല്ല നിൽക്കണ്ടേ. ഇതിൻ്റെ ആക്ച്വൽ ഫീൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഡേക്ക് അപ്പുറം, ഒരു ദിവസത്തിനപ്പുറമൊക്കെ ചെയ്യും. പിന്നെ വാക്സും അടിച്ച് അതും ഉണങ്ങി എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം കാണുന്ന ഈ ഒരു ഫീലിലോട്ട് വരും. ഇത് കയ്യിലൊന്നും ആവില്ല കേട്ടോ, ഇത് നമ്മൾ വാക്സ് എക്സ്റ്റീരിയർ വാക്സ് ഒക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത്രത്തോളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നോർമൽ വാളിൽ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഫീൽ എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലാവും. ഇതാണ് ഇതിന് നമ്മൾ 2 ആക്ടിവേറ്റർ കൊടുക്കാനുള്ള കാരണം. നമുക്കപ്പോൾ ഏത് മോഡലിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെയ്യുന്ന നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിരിക്കും റെസ്റ്റ്. അതായത് ഇത് ട്രൈ ചെയ്യുക. അപ്പം ഞാൻ തന്നെ ഇത് കിട്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്താണ് പല രീതിക്ക് ഇത് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് പലരും ചോദിക്കുന്നവർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടുക. ഇത് കൂടുതൽ കൊടുക്കും തോറും ഈ പറഞ്ഞ പോലെ ഫീൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് വേറൊരു ടൈപ്പ് ആസിഡാണ്, ഇത് വേറൊരു ടൈപ്പ് ആസിഡാണ്. അങ്ങനെ അതാണ് ആക്ടിവേറ്റർ എയും ബിയും നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്ക് അലൂമിനിയത്തിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അലൂമിനിയത്തിൽ നിന്ന് മാറ്റി ആസിഡ് ബോട്ടിലോട്ട് മാറ്റിയത്. ഇത് നമുക്ക് അങ്ങനെ സീനില്ല, പക്ഷേ ഇവൻ സീനില്ലെങ്കിലും ഇവനൊരിച്ചിരി ഫിനിഷിങ് തരുന്ന ഒരാളാണ്.